അസാധ്യങ്ങളുടെ മണ്ണിൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ കൂടിയുള്ള അത്ഭുതത്തിൻ്റെ കൊടി പാറിക്കുക. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിൽ അവസാനത്തെ പോക്കുവഴിയും കൂടെ നഷ്ടപ്പെട്ടു എന്ന് നാം തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന വേദന വലുതാണ്. പലപ്പോഴും വേദനകളുടെ മധ്യത്തിൽ നാം ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള മറുപടി വെളിപ്പെട്ടു വരാറില്ല. എന്നാൽ ദൈവത്തിൻ്റെ തക്ക സമയത്ത് ദൈവം തൻ്റെ മറുപടി വെളിപ്പെടുത്തുവാനിടയായിത്തീരും. ആ ദൈവത്തിൻ്റെ തക്ക സമയത്തുള്ള മറുപടി വെളിപ്പെടുമ്പോൾ അത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ കൂടി അനേകർ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനിടയാകും. അത് നമ്മുടെ ദൈവത്തിലുള്ള ആശ്രയത്തെയും വിശ്വാസത്തെയും ബലപ്പെടുത്തുന്നതായിരിക്കും. എപ്പോഴും ജയിച്ച് നിർണായക ഘട്ടങ്ങളിൽ തോൽക്കുന്നവരുണ്ട്. അത് വളരെ വേദനാജനകമാണ്. എന്നാൽ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് തോൽക്കേണ്ടി വരികയും ദൈവം മറ്റുള്ള മുമ്പിൽ തോൽക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നവരുണ്ട്. എന്നാൽ നിർണായക ഘട്ടങ്ങളിൽ അങ്ങനെയുള്ളവർ ജയിക്കുകയും ചെയ്യും. അത് വലിയ സന്തോഷമാണ്. ദൈവവചനത്തിൽ നാം ഇങ്ങനെ കാണുന്നു. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യത്തിൽ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെന്ന് നാം അറിയുന്നു. ആ അറിവ് വലിയൊരു സമ്പത്താണ്. അതെ, ഏത് പ്രതിസന്ധി വന്നാലും ജീവിതത്തിൽ എത്ര നഷ്ടങ്ങൾ വന്നാലും ദൈവത്തോടുള്ള സ്നേഹത്തിൽ അടിയുറച്ച് ആ വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരനുഭവം. വളരെ മിടുക്കന്മാരായ കുഞ്ഞുങ്ങൾ പലപ്പോഴും നോവലുകളൊക്കെ വായിക്കുമ്പോൾ വളരെ ജിജ്ഞാസ ഉളവാക്കുന്ന നോവലുകളാണെങ്കിൽ അതിൻ്റെ ക്ലൈമാക്സ് ആദ്യമേ വായിച്ചിട്ട് പിന്നീട് വളരെ സാവധാനത്തിൽ റിലാക്സ് ചെയ്ത് അതിൻ്റെ ഓരോ അധ്യായങ്ങളും വായിക്കാറുണ്ട്. അതെ, അതുപോലെ തന്നെയാണ് നമുക്ക് വേണ്ടി മഹത്വമേറിയൊരു ഭാവി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ക്ലൈമാക്സിനെ കുറിച്ച് അറിവ് ലഭിച്ചവരാണ് നാം. അങ്ങനെയെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്നുള്ള ദൈവീയ വാഗ്ദത്തം നമുക്ക് മുറുകെ പിടിക്കാം. നാം തന്നെ വരുത്തി വെച്ച തെറ്റുകൾ കൊണ്ടും മറ്റുള്ളവർ നമ്മെ അടിച്ചേൽപ്പിച്ച അനുഭവങ്ങൾ കൊണ്ടും തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടുമൊക്കെ വന്ന അനേക വേദനകൾ ഉളവാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാം. അതൊരിക്കലും ഇനി തിരുത്താൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് നാം അസാധ്യങ്ങളെ ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടപ്പെട്ടതും കാണാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയും, ദൈവത്തിനൊന്നും അസാധ്യമല്ല. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു ഭാഗം നമുക്കിങ്ങനെ കാണുവാനായിട്ട് കഴിയും. മത്തായി സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായം 26-ാം വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം. ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. ആകയാൽ അസാധ്യങ്ങളുടെ മണ്ണിലായിരിക്കാം നിങ്ങൾ ആയിരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ നിരത്തി പട്ടിക പോലെ ഉണ്ടായിരിക്കാം. നിങ്ങളെ നിരാശപ്പെടുത്തുന്ന അനേക അനുഭവങ്ങളുണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും തിരിച്ചറിവിനാൽ നാം നിറയപ്പെടുവാനായിട്ട് ഇടയായിത്തീരട്ടെ. അതെ, അസാധ്യങ്ങളുടെ മണ്ണിൽ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അത്ഭുതങ്ങളുടെ വെന്നിക്കൊടി പാറിപ്പാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിന് ഒരത്ഭുതമായി തരും. ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടുത്തുവാനുള്ള ഒരു ചാലകമാണ്. ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളിൽ കൂടി അനേകർ കാണുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആകയാൽ ധൈര്യത്തോടെ നിൽക്കാം. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. ഗാഡ് ബ്ലസ് യു.